ഞങ്ങളുടെ എല്ലാവരുടെയും, അതായത് എനിക്കും മഞ്ജു ചേച്ചിക്കും രമ്യയ്ക്കും, രമ്യ നമ്പീശനും ദേവി ചന്ദനയ്ക്കും പാരിസ് ലക്ഷ്മിക്കും കൃഷ്ണപ്രഭയ്ക്കും ഒക്കെ ഞങ്ങളുടെ ക്ലാസിക്കൽ കോൺസേർട്സ്, കച്ചേരികൾ, ഡാൻസ് കച്ചേരികൾ ഉണ്ടാവുന്ന സമയത്ത് ഞങ്ങൾക്ക് പാടാൻ വേണ്ടിയിട്ട് വരുന്ന കുട്ടിയാണ്. ഭാഗ്യലക്ഷ്മി എന്നാണ് പേര്. ഭാഗ്യലക്ഷ്മി ഗുരുവായൂർ. ഭാഗ്യനെ ഞാനിപ്പോൾ ഒന്ന് വിളിക്കുകയാണ് കേട്ടോ. ഹലോ താനിതെവിടെയാ? ഓട്ടോറിക്ഷയിലാ? തന്നെ പരിചയപ്പെടുത്തുമായിരുന്നു ഞാൻ എല്ലാവർക്കും. ഭാഗ്യലക്ഷ്മി ഗുരുവായൂർ എന്ന് പറഞ്ഞ വലിയൊരു കലാകാരിയെ പരിചയപ്പെടുത്തുമായിരുന്നു. അതെ അതെ, ഞാൻ അങ്ങനെയാണോ? വിശാല മനസ്സൊക്കെയാണത്, എനിക്കറിയില്ലേ. എന്താ വിശേഷം? എവിടേക്കാ പോണത്? ചേച്ചി റിഹേഴ്സൽ ഉണ്ടായിരുന്നു, കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തണോ? ഓക്കെ. ആരുടെ റിഹേഴ്സൽ? ഞാൻ ഷോന് വേണ്ടി ഇരിക്കില്ലേ, തന്നെ പോലെ ഇല്ലല്ലോ. സൺഡേ ഫണ്ടേ ഇടേ കൂടെ താങ്ങണല്ലേ. എനിക്കുണ്ട് അതിന്റെ ആവശ്യമില്ലല്ലോ എന്നൊക്കെ. പൈസ കൊടുത്തോളൂ. തന്നെ പറ്റി ഞാനിവിടെ വളരെ ഗംഭീരമായിട്ടാണ് പറഞ്ഞു വെച്ചിരിക്കണേ. അപ്പൊ അതൊന്നും എനിക്ക് പ്രേക്ഷകരുടെ അടുത്ത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ടേ. അതെ. അയ്യോ, ഒരു കാര്യം കൂടി പറയണ്ട്. എന്നെ പാട്ട് പഠിപ്പിക്കുന്നത് ഭാഗ്യലക്ഷ്മിയാണ് കേട്ടോ. ഇനി പാടിക്കോളൂ. കണ്ടനാൾ മുതലായി കാതൽ പെരുതടി, കണ്ടനാൾ മുതലായി കാതൽ പെരുതടി, കണ്ടനാൾ മുതലായി കാതൽ പെരുതടി, കയ്യിനിൽ கையினில் வேல் பிடித்த கருணை சிவபாலனை, கண்ட நாள் முதலாய் காதல் பெருதடி, கையினில் வேல் பிடித்த கருணை சிவபாலனை, கண்ட நாள் முதலாய் காதல் பெருதடி. ആസ് യൂഷ്വൽ പൊളിച്ചു. അസലായിട്ടോ, തന്നെ പുകഴ്ത്തി പറയല്ല. ഭാഗ്യലക്ഷ്മിനെ പറ്റി വേറൊരു കാര്യം എന്താ പറയാനുള്ള വെച്ചാൽ, ഞാനിപ്പോൾ അടുത്ത് ഒരു തമിഴ് മൂവി ചെയ്തു, നിത്യസുമംഗലി എന്ന് പറഞ്ഞിട്ട്. വിനോദ് മങ്കര സാറാണ് അത് ഡയറക്റ്റ് ചെയ്തിരിക്കണേ. ആ മൂവിയിൽ ഭാഗ്യ പാടിയിട്ടുണ്ട്. അതിൻ്റെ മ്യൂസിക് കോമ്പോസിഷനും ഭാഗ്യമായിരിക്കും ചെയ്യണ്ടാവുക. യെസ്, ഒഫീഷ്യലി അനൗൺസ്ഡ് ഭാഗ്യ. അപ്പൊ നല്ലൊരു വലിയൊരു സെലിബ്രിറ്റി ആയിട്ട്, ഇപ്പൊ താൻ ഓൾറെഡി സെലിബ്രിറ്റി ആണ്, ഇനിയും വലിയൊരു സെലിബ്രിറ്റി ആയിട്ട് ഇതിന്റെ മുമ്പിൽ ഇങ്ങനെ വന്നിരിക്കാൻ പാകത്തിന് എനിക്ക് തന്നെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാടോ, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാടോ. എന്താ? അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. തന്റെ മ്യൂസിക്കിനോടുള്ള സീരിയസ്നെസ് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാലോ. ആർട്ടിസ്റ്റിക് ലൈഫ് ബിഗിൻസ് ഞാൻ എൻ്റെ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ, അങ്ങനെ വേണം പറയാൻ. അച്ഛൻ നന്നായി പാടും, അമ്മയും ഭയങ്കര അടിപൊളിയായിട്ട് പാടും. അപ്പോൾ പിന്നെ വീട്ടില് അങ്ങനത്തെ ഒരു മ്യൂസിക് ഫാമിലി ആണ്. ഗുരുവായൂർ ദൊരൈ സാറിന്റെ റിലേറ്റീവ് ആണ് ഭാഗ്യലക്ഷ്മി. അങ്ങനെ അപ്പൊ അവരുടെ ഒരു അംശമാണ് നമ്മുടെ ഉള്ളിലുള്ള ഉള്ളു ശരിക്കും. പിന്നെ നമ്മളായിട്ട് എന്താ പറയാ, ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടിയും സീരിയസ്ലി ഇതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചു തുടങ്ങുന്നത്. ഒരു 8ാം ക്ലാസ് തൊട്ട് കച്ചേരികൾ ചെയ്യുന്നുണ്ട്. ഒരു 7 years ബാക്കാണ് ഡാൻസിന് വേണ്ടി തുടങ്ങിയത്. ഉയരിയ പെരിയോരുടെ നൊൻറിയുടെ കൂട്ടിവെത്തായി എന്ന് പറയണ പോലെ നമുക്ക് നല്ല ആർട്ടിസ്റ്റുകളുടെ കൂടെ നല്ല ആർട്ടിസ്റ്റുകൾക്ക് വോക്കൽ അക്കമ്പനി ചെയ്യാൻ പറ്റി.
അങ്ങനെയാണ് ഓരോ ഡാൻസ് ഫോംസിനെ കുറിച്ചും കൃത്യമായിട്ടും വൃത്തിയായിട്ടും അറിയാൻ പറ്റണത്. തീർച്ചയായിട്ടും. അപ്പൊ ഡാൻസും 3 വയസ്സ് തൊട്ട് ഡാൻസും പഠിച്ചിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് ആസ് യൂഷ്വൽ പഠിപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തും. പിന്നെ ഇപ്പോഴാണ് പിന്നെയും തുടങ്ങിയത്. മോഹിനിയാട്ടാണ് ഫോക്കസ് ചെയ്യണത്, കലാമണ്ഡലം അശ്വതി ശങ്കർലാലിന്റെ അടുത്ത്. അതിന് എൻ്റെ ഒരു എന്താ പറയാ, എൻ്റെ ഒരു ആഗ്രഹം, ഭ്രാന്തമായ ഇഷ്ടം എന്നൊക്കെ വേണം പറയാൻ. പാട്ട് ഓഫ് കോഴ്സ് അതെന്റെ ജീവിതമാണ്. അങ്ങനെ രണ്ടും കൂടെ നന്നായി പോണു, അടിച്ചു കൊടുത്ത് നിങ്ങളുടെ കൂടെയൊക്കെ തകർത്ത് പോണു. അടിപൊളിയാവട്ടെടോ, തന്റെ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടക്കട്ടെ. നമുക്ക് കാണാം. വളരെ സന്തോഷം ഞങ്ങളുടെ നമ്മുടെ സൺഡേ ഫണ്ടിൽ വന്നതില്. എനിക്ക് പ്രേക്ഷകരെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കാരണം ഞാനിപ്പോ തന്നെ വിളിച്ചേ. നല്ല നല്ല അവസരങ്ങൾ ഉണ്ടാവട്ടെ തനിക്ക്. തന്റെ ഈ പാട്ട് കേട്ട് ഒരുപാട് അവസരങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ. കാണാട്ടോ. ബൈ. ശരി ട്ടാ. ബൈ.